വാരാന്ത്യപ്പതിപ്പ് മുടങ്ങിയ സംഭവത്തിൽ ദേശാഭിമാനിയിൽ നടപടി. കെ.ആർ. അജയന്റെ വാരാന്ത്യപ്പതിപ്പിന്റെ ചുമതലയിൽ നിന്ന് മാറ്റി. അജയന്റെ വിശദീകരണം തള്ളിയാണ് നടപടി. വി അരുൺ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, വലിയ തരത്തിൽ ചർച്ചയായ ഒരു സംഭവമായിരുന്നു ഈ വാരാന്ത്യപ്പതിപ്പ് മുടങ്ങിയ സംഭവം ദേശാഭിമാനിയിൽ. ഇപ്പോഴത്തെ അതിൽ നടപടി ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുശ്രീ, വി.എസ്. അച്യുതാനന്ദന്റെ അനുസ്മരണം അടക്കം ഉൾപ്പെടുത്തിയ അത് കവർ സ്റ്റോറിയായിട്ടുള്ള വാരാന്ത്യപ്പതിപ്പ് കഴിഞ്ഞ ഞായറാഴ്ച പുറത്തിറങ്ങേണ്ടതായിരുന്നു. പക്ഷേ അത് പുറത്തിറങ്ങിയില്ല. എഡിറ്റോറിയൽ ബോർഡിൽ മറ്റൊരു ലേഖനവുമായി ബന്ധപ്പെട്ടുണ്ടായ അതിന്റെ തലക്കെട്ട് ബന്ധപ്പെട്ട തർക്കമാണ് അത്തരം അവസ്ഥയിലേക്ക് ദേശാഭിമാനി എത്തിച്ചത്. ഏതായാലും അതിന്റെ ചുമതലയുണ്ടായിരുന്ന ന്യൂസ് എഡിറ്റർ കെ.ആർ. അജയനെ ഇപ്പോൾ ചുമതലയിൽ നിന്ന് വാരാന്ത്യപ്പതിപ്പിന്റെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ചീഫ് ന്യൂസ് എഡിറ്ററുടെ നേതൃത്വത്തിൽ കൂട്ടായ തീരുമാനം മതി വാരാന്ത്യപ്പതിപ്പിന്റെ കാര്യത്തിൽ എന്നുള്ളതാണ് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ബോർഡിന്റെ ഇപ്പോഴത്തെ നിലപാട്. അജയനെതിരെ കൂടുതൽ നടപടിക്കും സാധ്യതയുണ്ട്. നേരത്തെ CPI നിർദ്ദേശപ്രകാരമാണ് അജയനോട് ദേശാഭിമാനി വിശദീകരണം തേടിയിരുന്നത്. ആ വിശദീകരണം തള്ളിക്കൊണ്ടാണ് ഒരു വീഴ്ചയും അതിന്റെ തലക്കെട്ട് കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിൽ ഒരു പിശകും കണ്ടില്ല എന്ന മറുപടിയാണ് അജയൻ നൽകിയത്. ഏതായാലും അത് ദേശാഭിമാനി തള്ളിക്കളയുകയാണ്. അജയനെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകും. സസ്പെൻഷൻ അടക്കമുള്ള നടപടിയിലേക്ക് കടക്കാനാണ് സാധ്യത. ശരി, വി വരണാണ് കൂടുതൽ വിശദാംശങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.